സ്വർണം 1,00,000 രൂപ വേണം ഒരു പവൻ മേടിക്കാൻ. ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കണ്ട കേട്ടോ. ദേ ഇത് സ്വർണ്ണമാണ്, പക്ഷേ ഇത് വിറ്റാലൊന്നും ഒന്നും കിട്ടില്ല. 18K ഇല്ലേ അതിൻ്റെ സ്വർണ്ണമാണിത്. പക്ഷെ അത് എനിക്ക് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ എല്ലാം ചൊറിയും മറ്റേ ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ അതിട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇതിട്ടേക്കുന്നത്. പക്ഷേ ഇത് പറിക്കാൻ ആരും ശ്രമിക്കില്ല, കാരണം മെനക്കെട്ട പണിയായിരിക്കും. ജയിലിൽ പോകാൻ മാത്രമുള്ളതില്ല പിടിച്ചു കഴിഞ്ഞാൽ. സോ കൂടുതൽ ട്രാവൽ ചെയ്യുന്നവരും പിന്നെ ബസ്സിലോ ട്രെയിനിലൊക്കെ അധികം ട്രാവൽ ചെയ്യുന്നവർ ഇടരുത് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൽ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിലിപ്പോൾ ആൾക്കാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഏതാ സ്വർണ്ണം ഏതാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അധികം കള്ളന്മാർ ചിലപ്പോൾ റിസ്ക് എടുക്കാറില്ല. ചിലർ റിസ്ക് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും സാരിയില്ല എന്ന് പറഞ്ഞ് പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും തിൻ ലുക്കിങ് ഇടുക. ഞാനിപ്പോൾ ഇതിട്ടിട്ടുണ്ട് കേട്ടോ, ഇത് ഗോൾഡാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇത് അഴിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോകുമ്പം ഇനി ഗോൾഡ് ഇടുന്നില്ല. ഞാൻ കുറച്ച് ദിവസം നാട്ടിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അവിടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ലോക്കലായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ബോദർ ചെയ്തിട്ട് നടക്കാൻ വയ്യ. UAE ഈസ് ദ സേഫ് പ്ലേസ് ടു കീപ്പ് എവറിത്തിങ് ആൻഡ് ഗോ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ലോക്കറിൽ വെച്ചിട്ട് പോയാലുണ്ടല്ലോ അതിവിടെ സേഫായിട്ടിരുന്നോളും. എന്തിനാ ഇതുകൊണ്ട് നടക്കുന്നത്? ഇപ്പം ഇത്രയും വിലയുള്ള സമയത്തുണ്ടല്ലോ ആർക്കാണെങ്കിലും ഈ കള്ളന്മാർക്ക് അവർക്ക് ഒരു നീതിബോധമോ യുക്തിബോധമോ ഒന്നുമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. സോ അവരിപ്പോൾ നമ്മളെ ഒന്ന് മറിച്ചിട്ടിട്ട് തള്ളിയങ്ങ് ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ഊരിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അല്ല, ഇതൊന്നും പെട്ടെന്ന് വരുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ലേ? അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെയൊക്കെ ഇഷ്ടം പോലെ മാർക്കറ്റിൽ ലഭ്യമാണല്ലോ, അത് വാങ്ങിച്ചിടുക. നമ്മളുടെ ശരീരത്തിന് മുറിവുകളേക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു അമ്മച്ചി തലശ്ശേരിയിൽ എങ്ങാണ്ടോ 8 പവൻ ഉള്ള ഒരു ചെയിനിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് ഒരു കള്ളൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നോക്ക് ഫോളോ ചെയ്യണ്ടാവേ. അമ്മ സ്ലോ മൂമെൻ്റ് ആയിട്ട് നടക്കുമ്പോൾ അറിയാമല്ലോ അമ്മമാരാണ്, അവർക്ക് അവരെന്തായാലും ഡ്യൂപ്ലിക്കേറ്റഡ് ഇല്ല എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനും അമ്മയുടെ അടുത്ത് അങ്ങനെയാണ് പറയണേ, ഈ മണി പോലത്തെ മാലകളൊക്കെ ഇല്ലേ, മുത്ത് വെച്ചിട്ട് കോറല്ലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നല്ല സ്റ്റോൺ ആയിക്കോട്ടെ, അതൊന്നും പറിച്ചുകൊണ്ട് പോയാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് അങ്ങനെയുള്ള മാലകൾ ഇട്ടാൽ മതി. അമ്മമാർക്കൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്ന ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഇടും. പിന്നെ ഇത്രയുള്ളതൊന്നും എൻ്റെ അമ്മ ഇടില്ല ഇങ്ങനത്തെ ഒന്നേ. അപ്പോൾ പിന്നെ അത് പറ്റില്ല. എൻ്റെ മോളൊന്നും ഇട്ടിട്ടില്ല. അത് ബിക്കോസ് അവൾ പറയണേ, എന്തിനാ അമ്മ വൈ റിസ്ക് അവർ ലൈഫ് എന്നാണ് ചോദിക്കണേ. ഇതിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ, എനിക്കില്ല എന്നല്ല, എനിക്കിപ്പോഴും ഇഷ്ടമാണ്, ധരിക്കാൻ ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. അത് അതോടെ നിർത്തിക്കൊള്ളണം. പബ്ലിക്കിൽ പോയിട്ട് നമ്മൾ അതൊന്നും ഒരുപാട് എക്സിബിറ്റ് ചെയ്യണ്ട. ഇപ്പം TV ഇതിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടെ, ഇഫ് ഐ ആം ദെയർ ഇൻ കേരള ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു. ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എവിടെ പോണേന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വന്നിട്ട് എൻ്റെ കഴുത്തിൽ ഇതുണ്ട് കേട്ടോ, എൻ്റെ ഇത് നല്ലതാണ് കേട്ടോ എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വല്ല ഭംഗിയിൽ ഇട്ടിട്ടൊക്കെ കാണിച്ചൊക്കെ കഴിയുമ്പോൾ ദറ്റ് സംവർ ദെയർന്ന് ആ കള്ളന്മാർക്ക് എന്നെ ട്രാക്ക് ചെയ്താൽ പോരെ? എന്തിനാ വെറുതെ ഈ പാട് കഴിക്കാൻ പോകുന്നത്? ഒന്നും വെക്കണ്ട. ഇനി അത് ഒരു അസറ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചോളൂ. അപ്പോൾ അതിനാണ് എല്ലാവരും പറയുന്നത് ഡിജി ഗോൾഡ് മേടിച്ചാലൊന്നും. ഡിജി ഗോൾഡ് വാങ്ങിച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ? എന്നോട് സ്വർണത്തിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. ഡിജി ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അത് സർട്ടൻ ആപ്സ് ഉണ്ട്, ആ ആപ്പിൽ കൂടെ മാത്രമേ വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ. അതേ ആപ്പിൽ തന്നെ വിൽക്കാനും പറ്റുള്ളൂ. ചിലപ്പോൾ ആ ആപ്പ് മൂടി പോവുകയോ അതിൽ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ഗവൺമെൻറ് നിർത്തി. ബിക്കോസ് ഗവൺമെൻറ്റിനത് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ 2 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ഗവൺമെൻറ് തരേണ്ടത് എത്രയാണെന്ന് നോക്കൂ. എനിക്ക് എന്ത് തരാൻ പറ്റും 2 ലക്ഷം രൂപയ്ക്ക്? 8 16 ഗ്രാമേ തരാൻ പറ്റുള്ളൂ സ്വർണ്ണമായിട്ട് തിരിച്ചു തരണമെങ്കിൽ. അപ്പോൾ ആ സ്വർണത്തിൻ്റെ വില, ഞാൻ ആ സമയത്ത് പർച്ചേസ് ചെയ്ത സ്വർണത്തിൻ്റെ വിലയാണ് എനിക്ക് ഇപ്പോൾ തരേണ്ടതെങ്കിൽ, ഞാനൊരു 10 കൊല്ലം മുമ്പാണ് 2 ലക്ഷം രൂപയ്ക്ക് മേടിച്ചെങ്കിലുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു 40-50 ഗ്രാം ഉണ്ടാവും എന്ന് വെച്ചാൽ അതിൽ കൂടുതലുണ്ടാവും. ആ 100 ഗ്രാമിന് ഇന്ന് എനിക്ക് എത്ര രൂപ തരണം? 10 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ഇട്ടേന് എനിക്ക് ഇന്ന് 10 ലക്ഷം രൂപ തരണം. അപ്പോൾ ഗവൺമെൻറ്റിന് അത് നഷ്ടക്കച്ചവടം ആയതുകൊണ്ട് മൂടി. കാരണം നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ലല്ലോ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്, ആഗോള കമ്പോളത്തിലല്ലേ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്, ബുള്ളിയൻ പ്രൈസൊക്കെ. അതെല്ലാവർക്കും അറിയാലോ അല്ലേ, നമ്മളുടെ റീസൺസ് എന്താണ് സ്വർണ്ണവില കൂടാനുള്ളതെന്ന്. അത് ഒരു വളരെ പ്രിഷ്യസ് മെറ്റൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് ഈ സ്വർണവും വെള്ളിയും ഒക്കെ വരുന്നത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഇതൊക്കെ. നമ്മൾ ഈ സ്വർണത്തിൻ്റെ പ്രഭയിൽ മങ്ങിയിരിക്കുന്ന കാരണം നമ്മൾ വെള്ളിയുടെ വില നോക്കാറില്ല. വെള്ളിക്ക് വില കുറവാണെങ്കിലും
കുറവെന്ന് പറഞ്ഞാൽ സ്വർണത്തിനെ അപേക്ഷിച്ച് വില കുറവാണെങ്കിലും കൂടുന്ന റേറ്റ് ഇപ്പോൾ വെള്ളിയുടെ വിലയൊക്കെ 70% കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വെള്ളി മേടിച്ച് വെച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയണത്. നമ്മൾ ഇപ്പോൾ ബ്രാഹ്മിൻ ഫാമിലീസിലൊക്കെ അവർ മദ്രാസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രാഹ്മിൻ അല്ല മദ്രാസുകാരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ സീർ എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട് കേട്ടോ. അതിനെ ഞാൻ പ്രോപ്പഗാൻഡ തരുന്നതല്ല, അവരതിനകത്ത് വെള്ളിയും കൊടുക്കും എന്നാണ്. അതായത് ഈക്വലാണ് ഈ മെറ്റൽസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് മക്കൾക്ക് പ്രഷ്യസ് മെറ്റൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും വലിയ വലിയ സിൽവർ കട്ടകളായിട്ട് മേടിച്ചു കൊടുത്താൽ അത് അവരെങ്ങനെ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും? ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിച്ചാൽ ബാങ്കിന് ഒരു നോമുണ്ട്. എത്ര സൂക്ഷിച്ചു വെച്ചാലും ശരി, ബാങ്കിനകത്തൊരു കളവോ കൊള്ളയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റാണ്, എത്രയോ രൂപയോ തരുള്ളൂ. മാക്സിമം 2 ലക്ഷമോ 3 ലക്ഷമൊക്കെ ഉള്ളൂ. ഓരോ ബാങ്കിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നോക്കുമ്പോൾ നമുക്കറിയാം മാക്സിമം ഇത്രയായിരിക്കും അവരുടെ ലയബിലിറ്റി. അപ്പോൾ 1-2 ലക്ഷം രൂപയുള്ളൂ അവരുടെ ലയബിലിറ്റി എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് 2 കോടിയുടെ സാധനമാണെങ്കിലേ 200 പവനൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പം എല്ലാവരും ഡിജി ഗോൾഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡിജി ഗോൾഡിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ഇതിലാണ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോൾഡ് ETF ഉണ്ട്. അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കരുത് ഏത് ETF ആണ് നല്ലതെന്ന്, ഞാൻ പറയില്ല. കാരണം നാളെ അതിന് എന്തെങ്കിലും ഒരു മാർക്കറ്റ് പ്രശ്നം വരികയോ അവരുടെ എന്തെങ്കിലും ഫണ്ട് മാനേജേഴ്സ് മാറി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്നോട് വന്ന് ചോദിക്കും. അതുകൊണ്ട് ഗോൾഡ് ETF ഏതാണ് നല്ലതെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ തന്നെ ചോദിക്കൂ. അല്ലെങ്കിൽ അവിടെ ബാങ്കുകൾ മൂലമായിട്ട് മേടിക്കാൻ പറ്റും ഇത് ഗോൾഡ് ETF. ബാങ്കുകളിൽ ഇപ്പോൾ ICICI ബാങ്കിലൊക്കെ ആണെങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു വേറെ പ്ലാറ്റ്ഫോം ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ICICI ഡയറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ അവരതിൻ്റെ രീതികളൊക്കെ പറഞ്ഞുതരും. ഞാൻ വെറും പോയിൻറ്റിങ് മാത്രമേ ചെയ്യുള്ളൂ. ഇതിൻ്റെ അടിയിൽ വന്ന് ചേച്ചി ഒരു നല്ല ETF പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ പ്ലീസ് എന്നെ ഇതിലേക്ക് വലിച്ചു കഴിക്കരുത്. ഐ എം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. ഓക്കെ. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ പക്ഷേ ഞാൻ പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുമായിരുന്നു എന്തിനാണ് ഗോൾഡ് മേടിക്കുന്നത്, ഗോൾഡിന് ഹെഡ്ജിങ് ഇഫക്റ്റ് ഉണ്ട്. അതാണ് ഗോൾഡിനകത്തേക്കുള്ള നിക്ഷേപമാണ്. എല്ലാവരും അത് എപ്പോഴും നിലനിൽക്കുമെന്ന് പറയുന്നത്. ഗോൾഡ് ആഭരണങ്ങളായിട്ടിട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ടല്ല, വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷ്യസ് മെറ്റലാണ് ഗോൾഡ്. അതിനാണ് ഇന്ത്യ കുറേ ഗോൾഡ് മേടിച്ച് വെക്കുന്നു, ചൈന കുറേ ഗോൾഡ് മേടിച്ച് വെക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഗോൾഡ് ഉൽപ്പാദനം ഭൂമിയിൽ ആ മെറ്റൽ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കോളാർ മൈൻ ഉണ്ടായിരുന്നില്ലേ ബാംഗ്ലൂർ, അങ്ങോട്ട് കുറച്ച് പോകുമ്പോൾ കർണാടകയിൽ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അവിടെയൊന്നും ഇന്ത്യയിലുള്ള ഗോൾഡൊന്നും ഉൽപ്പാദിപ്പിക്കാൻ അവിടെ ഒന്നും ത്രാണിയില്ല, അത്രയൊന്നും ഇല്ല അവിടെ. അധികവും അമേരിക്കയുടെ കയ്യിലാണ് ഗോൾഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ഭൂമിയിൽ ഇങ്ങനെ വളർന്നു വരുന്ന സാധനമല്ല. വളരെ പ്രയാസമാണത് എടുക്കാനും അത് ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സും എല്ലാം വളരെ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് അല്ലേ, ഇപ്പോൾ നമ്മൾ ഒരുപാട് സാധനം ലഭ്യമാണ് എങ്കിൽ അതിൻ്റെ വില കുറയും. അതാണ് ഉപ്പിന് പറ്റിയത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു പണ്ട് ഉപ്പായിരുന്നു പണ്ട് സലേറിയം എന്നങ്ങാണ്ടാണ് ഉപ്പിനെ പറയുന്നത്. സോൾട്ടിൻ്റെ അതിന് ലാറ്റിൻ വേർഡ് എങ്ങാണ്ട് സിലേറിയം എന്നങ്ങാണ്ടിരുന്നു. അതിൽ നിന്നാണ് സാലറി എന്ന് പറഞ്ഞ പേര് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് സ്വർണത്തെ പറ്റി പറയുമ്പോൾ. പണ്ടപ്പോൾ ഈ റോമൻ പടയാളികൾക്കൊക്കെ ഒരു കിഴി ഉപ്പൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. ഒരു കിഴി ഉപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഭയങ്കര പ്രയാസമായിരുന്നു അന്ന് ഉണ്ടാക്കിയെടുക്കാൻ. ഭയങ്കര പ്രോസസ്സായിരുന്നു ആ ഉപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് അത് ഒരു വില കൂടിയ കമ്മോഡിറ്റി ആയിരുന്നു ആ സമയത്ത്. അതുപോലെ അതിൻ്റെ ലഭ്യത ഇപ്പോൾ എവിടെ വേണമെങ്കിലും സീയിൽ നിന്ന് അതെങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടതെന്ന് ഉള്ള കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് വലിയ മൂല്യമില്ലാതെയായി. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ഇതിൻ്റെ ലഭ്യത കുറയില്ല, ലഭ്യത കുറച്ചേ ഉള്ളൂ ഗോൾഡിൻ്റെ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എല്ലാവരും അതിനകത്തേക്ക് തിരിയുന്നത്. നമ്മൾ ഒരുപാട് സ്വർണം സൂക്ഷിച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ ETF-ലാണ് ഇപ്പോൾ ആളുകൾ മുഴുവനും പോയി അത് ഇടുന്നത്. എന്ത് സാധനത്തിനും ഒരു സമയം വരെ ഒരു മാക്സിമം ഒരു ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ മാക്സിമം പീക്കിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വർണം മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി കയറാൻ പോകുന്നത് ഷെയർസ് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇപ്പം അത് ഫ്ലാറ്റായിട്ട് കുറച്ച് നിൽക്കുകയാണ്, വലിയ മുകളിലോട്ട് പോകാതെ. ഈ ആഗോള പ്രശ്നങ്ങൾ കാരണം, ട്രേഡ് വാർ കാരണം, പിന്നെ മറ്റുള്ള വാറുകളൊക്കെ ഉണ്ടല്ലോ ഗ്ലോബലി അത് വാർസ് ആർ ഹാപ്പനിങ് അല്ലേ, റഷ്യ ഉക്രൈൻ വാർ, ഒന്നും അറ്റത്തായിട്ടില്ലല്ലോ. ഇതൊക്കെ കാരണം
ഷെയർസിന് ഒരു ഇടിവുണ്ട് ഇപ്പം. അപ്പം നിങ്ങൾക്ക് പൈസ കുറച്ച് കയ്യിലുള്ളവരാണെങ്കിൽ ഇപ്പം 5 ലക്ഷം ഉണ്ടെങ്കിൽ 5 പവനല്ലേ മേടിച്ച് വെക്കാൻ പറ്റുള്ളൂ 1 ലക്ഷത്തിന്. പക്ഷേ നിങ്ങൾ 5 ലക്ഷത്തിന് ഏതെങ്കിലും ഷെയർ മേടിച്ചിടൂ. അതായിരിക്കും ഇനി അടുത്ത 10 വർഷത്തിൽ കൂടുതൽ കയറാൻ തുടങ്ങുന്നത്. ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് അത്രയും എന്താ പറയുക, ഷെയർസിനെ പറ്റിയിട്ട് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന ഷെയർ വാങ്ങിക്കൂ എന്നൊക്കെ പറയാത്തത്. നിങ്ങളൊരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിൽ പോയിട്ട് നിങ്ങളുടെ ഇതും യൂസ് ചെയ്യണം. വെറുതെ അങ്ങ് പോയി ഷെയർ വാങ്ങിക്കരുത്. ഏതെങ്കിലും ഒരു നല്ല കമ്പനി അവർ പറയുന്നത് നോക്കുക, ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഒരു സാധനം നമ്മൾ മേടിക്കാൻ പോകുമ്പോഴേ, ഇപ്പോൾ ഒരു സാരി വാങ്ങിക്കാൻ പോകുന്നു, നിങ്ങൾ അതിൻ്റെ ഗുണമേന്മ ഒന്ന് നോക്കൂലേ? നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളതുണ്ടോ എന്ന് നോക്കൂലേ? അയ്യത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കൂലേ? ഇപ്പോൾ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പേരിൽ ഭയങ്കര കേസുകളൊക്കെയാണെന്ന് പറയുന്നു. ഒരുപാട് പേരെ പറ്റിച്ചു എന്നോ, ഇങ്ങനെ നല്ല തുണി ഒന്നും കൊടുക്കാതെ അതിൻ്റെ കളറ് പോയെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട്. സോ പൈസ കൊടുത്ത ആളുകൾ മേടിക്കുമ്പോൾ അതിനൊക്കെ നോക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവുമല്ലോ. അതുപോലെ നമ്മളുടെ ഇത് യൂസ് ചെയ്യുക. ആ ബ്രോക്കറുടെ കൂടെ ഇരുന്ന് അവർ എന്തിനാണത് സെല്ല് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. ഒരു സ്ഥലം വാങ്ങിക്കാൻ പോയാൽ തന്നെ ഇതിന് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയല്ലേ എല്ലാവരും മേടിക്കുകയുള്ളൂ. ഇപ്പുറത്തുള്ള സ്ഥലത്തിനൊക്കെ 5 ലക്ഷം വില കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും 5 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്ത് വെള്ളമുണ്ടോ, വഴിയുണ്ടോ, അതൊക്കെ നോക്കിയാലല്ലേ എനിക്ക് ആ വില കിട്ടുള്ളൂ. അതേ അപ്പുറത്ത് ഒരു 2 പറമ്പ് അപ്പുറത്ത് 5 ലക്ഷമാണ്. അപ്പോൾ നിങ്ങളത് തരണമെന്ന് പറഞ്ഞാൽ ആ പറമ്പിൽ നല്ല മതിലൊക്കെ കെട്ടിത്തിരിച്ച് ഒരുപാട് ജാതി മരങ്ങളും തെങ്ങും ഒക്കെ ഉള്ള സ്ഥലമായിരിക്കും. ആ സ്ഥലത്തിൻ്റെ വില എൻ്റെ ഈ നിറച്ച് പാറയായിട്ട് കുന്ത് നട്ടാലും മുളയ്ക്കാത്ത ഒരു സ്ഥലമുണ്ട് തൊട്ടപ്പുറത്താണ്. അത് പറ്റുമോന്ന് മേടിക്കുമോ? 5 ലക്ഷത്തിന് പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? അത് തന്നെ. സോ ഷെയർസിൽ നിങ്ങൾ പോയിട്ട് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ മേടിച്ചിട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു 3-4 വർഷത്തേക്കായിരിക്കണം കേട്ടോ. എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ഇടണം. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അത് പെർഫോം ചെയ്യും. ഇപ്പോൾ ഗോൾഡ് നിങ്ങൾ വിൽക്കാതിരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരെ എനിക്കറിയാം. ചിലരൊക്കെ അടിമട്ടം വിലയ്ക്ക് ഒരു ഇത് ഇങ്ങനെ കയറുന്നതിന് മുമ്പ് അയ്യോ ഇനി കയറില്ലായിരിക്കും എന്ന് വെച്ചാൽ 50,000 ഒക്കെ ആയപ്പോൾ വിറ്റ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അതായത് 50 ലക്ഷം കിട്ടിക്കാണും അവർക്ക്. പക്ഷേ ഇന്നിപ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ 1 കോടി പെട്ടെന്നാണ്, 1 വർഷം കൊണ്ടാണ് അവർക്കത് നഷ്ടം വന്നേക്കണം. പക്ഷേ സാരമില്ല, അതൊന്നും നമുക്കുള്ളതാണെന്ന് വിചാരിക്കാതെ, നമുക്കുള്ളതല്ല, അതാണ് കൈവിട്ട് പോയത്, അങ്ങനെ വിചാരിക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു സെൻറ്റിമെൻറ്റ് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പം കല്യാണമൊക്കെ ആണെങ്കിൽ, കല്യാണത്തിനിപ്പം കുട്ടികൾക്ക് ഗോൾഡ് തന്നെ വാങ്ങിക്കണം, അവർക്ക് അങ്ങനെയാണെന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ETF മേടിച്ചോളൂ കേട്ടോ. ഇടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കുറച്ച് ആഭരണങ്ങളായിട്ട് വാങ്ങിച്ചിട്ട് ബാക്കി നിങ്ങൾ ഗോൾഡ് ETF വാങ്ങിച്ച് അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ. കാരണം അത് കല്യാണത്തിന് മേടിക്കുന്നതൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് മകൾക്ക് കൊടുക്കുന്നതല്ലേ, അതൊരു 10-20 വർഷം കഴിയുമ്പോഴേക്കും ഇതേ നിലയിൽ ഡബിൾ ആകും, ഉറപ്പാണ്. യു ഹാവ് ടു വെയിറ്റ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് 3500 രൂപയാണ് ഒരു പവൻ മേടിക്കാനായിട്ട്. ഇങ്ങനെ പണിക്കുറവും പണിക്കൂലിയും കഴിഞ്ഞ് മാർക്കറ്റിൽ 3000 രൂപയായിരുന്നു 22 ക്യാരറ്റ് ഗോൾഡ് ഓർണമെൻറ്റ്സിന് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ നോക്കൂ, 22 ക്യാരറ്റ് ഗോൾഡ് ഓർണമെൻറ്റ് ഇപ്പോൾ മേടിക്കണമെങ്കിൽ 1 ലക്ഷം രൂപയായി. എത്ര ഇരട്ടിയാണ് കൂടിയത് അല്ലേ? അപ്പോൾ അങ്ങനെ എപ്പോഴും കൂടുമോ എന്ന് ചോദിച്ചാൽ ഇനി കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ സ്വർണ്ണം അങ്ങനെ നിലനിന്നേക്കാം. കുറയുമെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല. ആരൊക്കെയോ എവിടേക്കോ ഇരുന്ന് പറയുന്നുണ്ട്, നോക്കിക്കോ ഇത് 40,000 50,000ത്തിലേക്ക് വരുന്നത്. നിങ്ങളത് മൂഢത്വമാണ് കേട്ടോ. കാരണം ഒരു അസറ്റും അങ്ങനെ ലോ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിൽക്കില്ല. അങ്ങനെ ലോ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അതവിടെ വെച്ചോ, അത് ഇനിയും വലുതാകും. ഓക്കെ, അങ്ങനെ ലോ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു 10 പവൻ കൊണ്ടുപോയി പണയം വെക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ 10 പവൻ കൊണ്ടുപോയി പണയം വെച്ചാൽ നമുക്കിപ്പോൾ എത്ര രൂപ കിട്ടും? എങ്ങനെ പോയാലും ഒരു 8 ലക്ഷം രൂപ കിട്ടില്ലേ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച്? 80% തരികയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ 7 ലക്ഷം കിട്ടുമെന്ന് വയ്ക്കട്ടെ. ആ 7 ലക്ഷത്തിന് നമ്മൾ ഒരു വർഷത്തേക്ക് വെച്ചിരിക്കുകയാണത്. മാസം ഇത് മാത്രം അടച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇതിൻ്റെ വില അങ്ങോട്ട് കുറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്ക് തന്ന 7 ലക്ഷം ഇല്ല, ആ മൂല്യം ഇല്ല അതിനെന്ന് വിചാരിക്കും. പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനികളൊക്കെ എന്താവും? ആ ബിസിനസ് ചെയ്യുന്നവർ
അവർ ഏത് അവസ്ഥയിലേക്ക് പോകും? അപ്പോൾ അതിനൊരിക്കലും ഗവൺമെൻറ് സമ്മതിക്കുകയുമില്ല, അങ്ങനെ ആകാൻ സാധ്യതയില്ല. അപ്പോൾ അതിനൊരു ഹെഡ്ജിങ് വെച്ചിട്ടേ അവരൊക്കെ ഈ സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് അത്രയും 50,000 താഴ്ന്നില്ലെങ്കിൽ ഒരു ഇച്ചിരി വല്ല 1,000 2,000 മാക്സിമം ഒരു 5,000 താഴുള്ളൂ കേട്ടോ. അപ്പോൾ ആരും എന്നാണ് എൻ്റെ ഒരു അവലോകനം. സ്വർണം ഇത്രയും വർഷം വാച്ച് ചെയ്തേക്കുന്നതാണ് ഞാനൊരു 25 വയസ്സ് മുതൽ ഞാനൊരു നല്ല ഫിനാൻഷ്യൽ പ്ലാനറാണ്. കണ്ടതുപോലെ ഞാൻ ചെയ്യില്ല. ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ സാരി ഓരോന്ന് മേടിക്കുമായിരുന്നു. കാരണം ഞാൻ ഒരു സാരി 2 സാരിയുമായിട്ട് വർക്ക് തുടങ്ങിയ ആളാണ്. എൻ്റെ കരിയർ തുടങ്ങുമ്പോഴേ ഞാനൊരു വൈറ്റ് സാരി മേടിച്ചു. ഭയങ്കര വിലയുള്ളത് മേടിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ടിരുന്നത് കോടതിയിൽ. അതിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വൈറ്റും ബ്ലാക്കും അതാവുമ്പോൾ നമുക്ക് വേണ്ടാലോ അധികം. കാരണം എനിക്ക് അത്രേ പറ്റുള്ളായിരുന്നു. എനിക്ക് സ്ത്രീധനം തന്നോ എനിക്ക് ഗിഫ്റ്റ് തന്നോ അതൊക്കെ കഥ വേറെ. പക്ഷേ ഞങ്ങൾ 2 പേരും ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ മാത്രമേ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രിൻസിപ്പിളിലായിരുന്നു ഞാൻ ജീവിച്ചത്. അത് എനിക്ക് ഇന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നല്ലേ ചേച്ചി ജീവിക്കേണ്ടത്, ഇന്നങ്ങ് അടിച്ചു പൊളിക്കാം. നെവർ ഡു ദാറ്റ്. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീൻസ് അനുസരിച്ചായിരിക്കണം. നമുക്ക് എത്ര കിട്ടുന്നോ അതിൻ്റെ ഒരു ശതമാനം നിങ്ങൾ മാറ്റി വെച്ചേ വെക്കുള്ളൂ. അപ്പോൾ മാറ്റി വെച്ചിട്ട് എന്തിനാണ്? നമ്മൾ മരിച്ചു പോയാലോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മരിച്ചു പോയില്ലെങ്കിലോ? ഇങ്ങനെയും ചിന്തിക്കണ്ടേ? ഇങ്ങനെ എപ്പോഴും ചിന്തിക്കണം. ആ 10% നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് ആണെങ്കിലും കുഴപ്പമില്ല, മാറ്റി വെച്ചേക്കുക. കാരണം നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഹോപ്പാണ്. ആ ഹോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പാടില്ല. സിർ ഉഡാക്കർ ജിയോ എപ്പോഴും എൻ്റെ ഒരു മോട്ടോ ആണ് കേട്ടോ. ടേക്ക് അവേ. നിങ്ങളെല്ലാവരും, എന്നെ കേൾക്കുന്ന പെണ്ണുങ്ങളെല്ലാവരും, സ്ത്രീകൾ എസ്പെഷ്യലി സിർ ഉഡാക്കർ ജിയോ കേട്ടോ. പുരുഷന്മാരെ അല്ല ഞാൻ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു ആലോചന എപ്പോഴും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ധാരണ. അതില്ലാത്ത പുരുഷന്മാരുണ്ടെങ്കിൽ അവർ പുരുഷന്മാരല്ല എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഈ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇനി ആൾക്കാർക്ക് പ്രശ്നമായാലൊന്നും എനിക്ക് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്നും പറയാനില്ല. സ്ത്രീകളോടെ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുറന്നു വച്ചിരിക്കുന്നത്. സോ യു ഹാവ് ടു, നിങ്ങൾ നാളെ നിങ്ങളുടെ മക്കളുടെ മുമ്പിലാണെങ്കിലും തല കുനിക്കരുത്. എനിക്കുള്ളത് ഇത് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചോളൂ. അവരൊരു മാസം തരുന്നെങ്കിൽ വളരെ നല്ലത്. തന്നില്ല എന്ന് കരുതി നിങ്ങൾ പട്ടിണിയാവരുത്. സോ ബി കെയർഫുൾ. ഇൻ്റലിജൻസ് അധികം പാടില്ല. എന്നാൽ നിങ്ങൾ അഴുക്കായിട്ട് ജീവിക്കരുത്. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം കേട്ടോ. വയസ്സായ അമ്മമാരോടൊക്കെയാണ് ഞാൻ പറയണത്. എൻ്റെ അമ്മയോടൊക്കെ ഞാൻ എപ്പോഴും പറയും, അമ്മ എപ്പോഴും നല്ല ഡ്രസ്സ് ഇടും, എന്തിനാണ് ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, നല്ല സാരിയൊക്കെ ഉടുക്കൂ, അതൊന്നും അതിൻ്റെ അകത്ത് വെക്കണ്ട എന്നൊക്കെ പറയും. അപ്പം അമ്മ അങ്ങനെ, അമ്മ പറയും എന്തിനാ അത് കളയണേ, എന്തിനാ ചീത്താക്കി കളയണേ എന്ന് ചോദിക്കും. പക്ഷെ ചീത്തയാക്കി കളയല്ല, നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പുറത്തേക്ക് പോയില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോലും ഞാൻ ഡ്രസ്സ് ചെയ്ത് ഇരിക്കാറില്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയും ആണ് എന്ന് കാണിക്കാനാണ് വരുന്നത്. പക്ഷേ വെൻ ഐ ഡ്രസ് അപ്പ് നോ ഐ ഹാവ് മോർ കോൺഫിഡൻസ്. നിങ്ങൾക്ക് തോന്നാറില്ലേ? നിങ്ങൾ രാവിലെ ഒരു നൈറ്റ് ഇട്ട് വീട്ടിൽ കയറി എല്ലാ ഭക്ഷണമൊക്കെ ഒരുക്കിയൊക്കെ കഴിഞ്ഞ് പിന്നീടൊന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല സെറ്റ് കൊണ്ട് കൊടുക്കുന്നവരാണ്. സെറ്റ് കൊണ്ട് കൊടുക്കുക, നല്ലൊരു വട്ടപ്പൊട്ടൊക്കെ തൊട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിരിക്കുക. എനിക്കിവിടെ കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചന്ദനക്കുറിയും ഇതൊന്നും തൊടാത്തത്. ആ ഒരു സമയങ്ങളിൽ മാത്രം ഞാൻ കുങ്കുമമൊക്കെ തൊടുന്നത്. അതുകൊണ്ടാണ്. അതൊരു പ്രൊഫഷണൽ ഇത് നല്ലതായിരിക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നവർ ഡു ദാറ്റ്. റിട്ടയർ ആയിട്ടുള്ളവർക്കൊക്കെ അത് ചെയ്യാമല്ലോ. 60+ ഒക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ ഇത് മതി, പിന്നെ ഒരു പണി ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എൻഹാൻസ് യുവർ സ്പിരിച്വാലിറ്റി. അങ്ങനെ സ്പിരിച്വാലിറ്റി എൻഹാൻസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഒരു അനുകമ്പ, സഹതാപം, സ്നേഹമൊക്കെ കൂടും. അപ്പോൾ നമ്മുടെ ജീവിതവും സ്വർണം പോലെ ഉയർന്നതായിട്ട് നിൽക്കും അല്ലേ. സ്വർണത്തിന് വേറൊരു ഇത് എല്ലാവരും ചോദിക്കായിരുന്നേ, എന്താണ് ഈ മെറ്റലിന് മാത്രം? ബിക്കോസ് അതിൻ്റെ ലഭ്യത കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിങ്ങനെ പഴകി പൊടിഞ്ഞ് പോവില്ല. കണ്ടിട്ടില്ലേ? എത്ര വെച്ചാലും അതങ്ങനെ ഇരിക്കും. ചെമ്പ് ചേർത്തിട്ടുള്ള സ്വർണ്ണങ്ങളാണെങ്കിലാണ് കൂടുതൽ ഇങ്ങനെ കളറ് മാറുക. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് പുത്തനായിട്ട് വരും ഇല്ലേ. അതിന് മാത്രമാണ് ക്യാരക്ടർ ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ തങ്കം പോലെയാകും. തങ്കം, സ്വർണ്ണമായിരിക്കട്ടെ നിങ്ങളുടെ സ്വഭാവവും. നിങ്ങളും ഒരു വീട്ടിലെ സ്വർണ്ണലക്ഷ്മി ആയിരിക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടേക്ക്. ഒരു റെസിലിയൻസും ഉള്ള സാധനവുമാണ് സ്വർണം കേട്ടോ. ബൗൺസ് ബാക്ക് ചെയ്യും. അതിൻ്റെ ഗോൾഡ്
എൻ്റെ വില കുറഞ്ഞാലും ബൗൺസ് ബാക്ക് ചെയ്യും ഈവൻ ഇൻ ദി മാർക്കറ്റ്. അത് നമ്മൾ കണ്ടു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സമയത്ത് ഇത്രയും സ്വർണത്തിൻ്റെ വില കണ്ടില്ലേ. അമ്മയുടെ കല്യാണ സമയത്ത് എനിക്ക് തോന്നുന്നു 100 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു സ്വർണത്തിന്. അപ്പോൾ എൻ്റെ കല്യാണം വന്നപ്പോഴേക്കും 3000 ആയി. എൻ്റെ മകൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിന് സ്വർണ്ണം വേണ്ട, എന്നാലും പറയണേ. ഇപ്പോൾ ആണെങ്കിൽ 1,00,000 ആയി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ പോക്ക് മുകളിലോട്ട്. ടേക്ക് ഇറ്റ് ഫ്രം മീ. ആഗാസ് എഥേന വിസ്ഡം. ആൾക്കാർ പറയണേ. ഇതിനു മുമ്പ് എൻ്റെ അടുത്തൊരു ചേച്ചി, അത് വല്ലാണ്ട് എനിക്ക് തോന്നി കേട്ടോ, എല്ലാം അറിയുന്ന പോലെ സംസാരിക്കരുതെന്ന്. എല്ലാം ഒന്നും അറിയില്ല കേട്ടോ, ആർക്കാ എല്ലാം അറിയാവുന്നത്. ഇവിടെ വന്നിട്ട് എന്തോരം ലാംഗ്വേജസ് ഉണ്ട്. അതിൽ 3-4 ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, 5 ലാംഗ്വേജസ് ആണ് ശരിക്കും കേട്ടാൽ മനസ്സിലാകുന്നത്. എനിക്ക് പറയാൻ പറ്റുന്നത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് കേട്ടോ. ഈ കന്നഡ അത്രയും അങ്ങോട്ട് പറയാനൊന്നും അറിഞ്ഞൂടാ, കേട്ടാൽ മനസ്സിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദി അതെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ നല്ലപോലെ അറിയാം. ഓക്കെ. തമിഴ് എഴുതാനും അറിയാം, എഴുതാൻ ഇച്ചിരി തെറ്റ് വരും, അത് പോട്ടെ. ഈ വായിക്കാനറിയാം, പറയാനറിയാം. അപ്പോൾ ഇത്രയേ അറിയുള്ളൂ. എനിക്ക് അറിയാവുന്ന ലാംഗ്വേജസിൻ്റെ ഇത് പറയുകയാണ്, ഇത്രയേ അറിയുള്ളൂ. ഇതിൽ അറിയാൻ വയ്യാത്തതായിട്ട് എന്തുമാത്രം. കറ്റത് കൈയളവ്, കറ്റാത്തത് ഉലക അളവ് എന്ന് പറഞ്ഞാൽ ഉലകത്തിൻ്റെ അത്രയുണ്ട് നമുക്കറിയില്ലാത്തത് അല്ലേ. കൈയളവ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളതുപോലെ നമുക്കറിയില്ല. സോ എളിമയാണോ അതൊന്നും അറിയില്ല. എനിക്കറിയില്ലാത്തത് ഡെഫിനറ്റ്ലി ഐ വിൽ ഓപ്പൺ അപ്പ് ആൻഡ് സേ എനിക്കറിയില്ല. എനിക്കറിയാൻ വയ്യാത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുമില്ല കേട്ടോ. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ മകളായതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ടീച്ചിങ് സ്കിൽസിൽ ഇച്ചിരി കൂടുതലല്ലേ. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും ഒരു ടേക്ക് അവേ ഇല്ലാതെ എനിക്ക് ഇഷ്ടമല്ല. 20 മിനിറ്റ് ആണെങ്കിലും വേസ്റ്റ് ചെയ്യരുത് ലൈഫിൽ. ആരുടെ ടോക്ക് കേൾക്കാനാണെങ്കിലും 20 മിനിറ്റ്സ് ടേക്ക് അവേ ഉണ്ടായിരിക്കണം. ഓക്കെ, ചിയേഴ്സ്.